ആളുകളുണ്ട്, അതിൽ MLA മാരുണ്ട്, ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട്, ഒത്തിരി ആളുകളെ നമുക്ക് പറയാൻ പറ്റും. സ്വന്തമായിട്ട് പോസ്റ്റുകൾക്കകത്തൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി എഴുതുകയും ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ പോലും ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജോലി എന്ന് പറയുന്നതിൻ്റെ സാമൂഹികപരമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റിയെ പറ്റിയുള്ളൊരു സംഭവമില്ല. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ നേരിട്ട് മറ്റ് വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിട്ട് ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള സമ്പ്രദായത്തിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പം കോട്ടയത്തെ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആളുകൾ നമ്മളോട് പറയുന്നു, അവർ നല്ല രീതി ഇപ്പോൾ 25,000-ൽ കൂടുതൽ ആളുകളെയാണ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഈ പറയുന്ന ലിസ്റ്റിലേക്ക് അവർ ഉൾപ്പെടുത്തിയത്. വളരെ കഠിനാധ്വാനത്തിൻ്റെ ഒരു കാര്യം. എല്ലായിടത്തും ഈ പറയുന്ന നമ്മുടെ അതിഥി പോർട്ടലിൻ്റെ പറഞ്ഞ് 25,000 പേരെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, നമ്മൾ പറഞ്ഞ് ചെയ്യാം. അപ്പൊ ഇതിനകത്തൊക്കെ അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നിരിക്കണം, 6-7 പേരെ വന്നിരിക്കണം, ഞായറാഴ്ച വന്നിരിക്കണം. ഈ അതിഥി പോർട്ടൽ എന്ന് വെച്ചാൽ നമ്മള് അതിഥി പോർട്ടലിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാലും അപ്രൂവ് ചെയ്യേണ്ടത് ഇവരാണ്. അപ്പൊ ഇവര് നമ്മുടെ ഒപ്പം ഇരിപ്പ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ അപ്രൂവ് ചെയ്ത് അപ്പൊ തന്നെ കാർഡ് കൊടുക്കാം. അപ്പൊ ഈ കാർഡ് വെറുതെ അല്ല അതിഥി പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 25,000 ചികിത്സാ സഹായം ഉണ്ട്, 2 ലക്ഷം രൂപ മരണത്തിന്റെ സഹായം ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിഷൻ സഹായം ഉണ്ട്. ഇതൊന്നും തൊഴിലാളിക്ക് അറിയില്ല. ഈ പറഞ്ഞ കേരള മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയനും അല്ലെങ്കിൽ മറ്റു 1-2 ട്രേഡ് യൂണിയൻസ് ഒക്കെയാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യണത്. ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള ഒരു സെന്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ഇൻക്ലൂസീവ് ഗവർണൻസ് സംഘടനയ്ക്ക് ഗവൺമെന്റ് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു ഡിസ്ട്രിക്റ്റിലെ മൊത്തം ഇത്തരത്തിലുള്ള ഈ കഴിവുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ താല്പര്യത്തിലുള്ള ആളുകളെ ഒരു 3 ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് അതിനുള്ള സഹായം മാത്രം ചെയ്താൽ മതി. റീസെന്റ് MP രാജേഷ് മന്ത്രി പറയുകയുണ്ടായി, നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സ്കൂൾ തലം തൊട്ടുള്ള കുട്ടികളെ ഇന്റേൺസ് ആയിട്ട് എടുത്തിട്ട് അവർക്കൊരു ചെറിയ ഒരു വരുമാനം കൊടുത്ത്, വരുമാനം വെച്ചാൽ ഇന്റേൺഷിപ്പിന്റെ ഒരു ഓണറേറിയം കൊടുത്തിട്ട് അതാത് പ്രദേശങ്ങളിലെ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാന്നുള്ളത്. ഞങ്ങൾ ഇത്രയും തന്നെ സാർ പറയുന്നുള്ളൂ. നമ്മൾ ഇപ്പൊ കോട്ടയം ജില്ലയിലെ മുഴുവൻ കുടിയേറ്റ തൊഴിലാളികളുടെയും കണക്ക് നിങ്ങൾക്ക് എടുത്തു തരാം. കോട്ടയം ജില്ലയിലെ മുഴുവൻ LSTയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ മുഴുവൻ കണക്കെടുത്ത് തരാം. നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഒരു ഓണറേറിയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. ഒരു മാതൃക നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്.